വിട് വിട്, അറിയാതെ പറ്റിയതാണ്. അന്ന് ഞാനൊന്ന് വിടാ, ജിന്റെ വണ്ടി നന്നാക്കി തന്നിട്ട് പോയാ മതി. അജാതി വരവാജ് ഇതിലെ വന്നത്. മനക ഈ വണ്ടി നേരാക്കാതെ വിടണ്ടോ. അന്നെ പോലത്തെ കുറച്ചേ ഫേക്ക് ചെക്കന്മാരുണ്ട് ഇവിടെ. റോഡ് നിങ്ങളെ വ്യാപാരതാണ് ഞങ്ങളെ വിചാരം. ഈ ചിലക്കാതെ വണ്ടി നന്നായി കൊടുത്താ എന്തിനാ ഈ പാവത്തിന് അങ്ങനെ തല്ലണത്? ഓന്റെ കാർമ കൊടന്ന് ഇടിച്ചിക്കാണേ. ഈ വണ്ടിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് വിടും. എന്തായാലും ആ പാവത്തിന്റെ മേത്ത് നിങ്ങൾ കൈയടിക്കുകയും. അല്ല എന്തപ്പോഴും നടക്കണം. എന്താ സംഭവം? ഓന്റെ മോന്തം തിരിച്ചാ കള്ള ഹിമാറേ ഇജ്ജറിഞ്ഞത് എന്റെ മോന്തേ തേച്ചോളൂ. ഇങ്ങനെയൊക്കെ എന്താ നിങ്ങളെ പ്രശ്നം? തെല്ലുണ്ടിന്റെ മൂക്കിൽ പഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അമ്മാര് പോറലെ ഹിമാറ് പോന്നെന്ന്. അല്ല എന്താ ഇവിടെ പ്രശ്നം? ഓന്റെ വണ്ടിക്ക കൊണ്ടാ തട്ടിച്ചിരുന്നത്. 10,000 രൂപ ചെലവാണ്. അത് കിട്ടാതെ ഓനെ ഞാൻ വിടുന്ന പ്രശ്നമല്ല. അതിനൊക്കെപ്പാടെ കൂടി ഇങ്ങനെ തച്ചൊല്ല. എന്നാ ഞാൻ കെട്ടിപ്പിടിച്ച് കാണാൻ ഉമ്മ കൊടുക്ക. ഇതൊരാണാണെങ്കിലേ ഇന്നമ്മ ചന്ന. ഇനി അതിനെ പറ്റി പറയണ്ട, പെട്ടെന്ന് തീരുമാനമാക്കി കൊടുക്കും. മമ്മാക്ക ഒന്ന് വന്നാണി, ഇതൊന്ന് തീർപ്പാക്കണം ഞമ്മക്ക്. ഡോളറെ എനിക്ക് പറയാനുള്ള അതിനാണ് നമ്മൾ എപ്പോഴും കാണേണ്ട ആൾക്കാരെ. ഓലിപ്പോ 10,000 രൂപ ചോദിച്ചത്. അല്ലെ വണ്ടിയാണ് ശരിയായി കൊടുക്കണം. എന്താ കണ്ടക്കള് അമ്മതാക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി. പണിയും തോരണ്ടായിട്ട് 2 മാസമായിക്കണം. ഒരു ഉറുപ്പിന്റെ ഒക്കെ അല്ല, 10 പൈസ അല്ല എന്റെ അടുത്ത്. ഞാൻ ഓരോന്ന് ആലോചിച്ച് പോരും. അതിന്റെ ടെൻഷനിൽ പറ്റിപ്പോയതാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ നിന്ന് കഴിച്ചിലാക്കി തരും. വാഹനം ഓടിക്കുമ്പോഴേ പല നിയമങ്ങളുണ്ട്. അത് നിങ്ങളെ പോലത്തെ ആളുകൾ മനസ്സിലാക്കണം. മനുഷ്യന്മാർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അന്റെ പ്രശ്നങ്ങൾ റൂട്ട് കാണിക്കരുത്, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ രക്ഷപ്പെടുത്താം. ഇനി മേലിൽ ആവർത്തിക്കരുത്. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല, ഇജിന്റെ വണ്ടി നന്നായി കിട്ടും. അതന്നെ എനിക്കും പറയാനുള്ളത്. പതുക്കെ പറയ ചങ്ങായിമാരെ. ഈ ചെവിയൊക്കെ ഞാൻ ആരെങ്കിലും അറിയോ? ഞാൻ മേലാറ്റൂർ മമ്മതാണ്. അന്റെ വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടല്ലോ ശരി, അത് നമ്മളോട് തിരിയാത്തരും. അതിന് പറ്റിയ ആളെ നമ്മളെ കണ്ട് കേട്ടോ. മമ്മാക്ക വിളിക്കുങ്ങളാളെ. ഓരോ വിളിച്ചൊന്നും വേണ്ട, സുധി നമ്മൾ കുട്ടിയല്ലേ. ഇന്ന് എടുക്ക് വണ്ടി. തൂര് ജാസ് കാരക്കാരക്ക് വണ്ടി എടുക്ക്. എല്ലാവിധ നോ ജനറേഷൻ കാറുകളുടെ മെക്കാനിക്കൽ വർക്ക്സ്, കമ്പ്യൂട്ടർ സ്കാനിംഗ്, AC വർക്ക്സ്, പെയിന്റിംഗ് ബൂത്ത് സൗകര്യത്തോടു കൂടിയ സ്പ്രേ പെയിന്റിംഗ്, സ്പെയർ പാർട്സ് സൗകര്യത്തോടു കൂടിയ ഹൈടെക് വർക്ക്ഷോപ്പ്. മക്കളെ ഒന്ന് വന്നു നോക്കി. ഇതെല്ലാം ഒരു കുടക്കീഴിൽ. സൂപ്പർ മാർക്കറ്റിന്റെ പറച്ചിലട്ടോ. 2 വീലർ 3 വീലർ 4 വീലർ ഇതെല്ലാം ഒരുമിച്ചുള്ള ഒരു വർക്ക്ഷോപ്പ് ഏരിയ. ഈ പറഞ്ഞ വാഹനങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ലൊക്കേഷൻ വരുന്നത് തൂരങ്ങാടിയിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലാട്ടോ. അപ്പൊ ഷോറൂമിൽ ഇറക്കിയ ഒരു വണ്ടിയാണ് തന്നെ. അതിനെ പറ്റി നിങ്ങൾ ബേജാറാണ്ട. അതിനകത്ത് പാട്ട് പരിപാടി കണക്കില്ലേ? പിന്നെ അതൊന്നും നടക്കുന്നുണ്ട്. ജാസ് കാർ കെയർ, RS റോഡ്, തുവൂർ.